എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന് ശേഷം ഞാൻ പറയുന്ന ആയത്ത് നിങ്ങൾ ഓതിയാൽ വല്ലാത്ത പ്രതിഫലം തന്നെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറത്തുൽ ബഖറയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താകുന്ന ആയത്തുൽ കുർസിയെ കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ർ നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു 10 ആയത്തുൽ കുർസി ദിവസവും നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് അല്ലാഹു തആല തരുന്നത് 10 പ്രതിഫലങ്ങളാ. 10 പ്രതിഫലങ്ങൾ അല്ലാഹു തആല തരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താ അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒരുപാട് പ്രതിഫലങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആയത്തുൽ കുർസിക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ പറയുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആയത്തുൽ കുർസി ഓത്. അല്ലാഹു തആല ശൈത്വാനിയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. മോശമായ മരണത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ആയത്തുൽ കുർസി ഓതി കൊടുക്ക്. നിങ്ങൾ ഓതി മന്ത്രിച്ചുകൊണ്ട് കിടന്നു നോക്ക്, നല്ല റാഹത്തുള്ള ഉറക്കം കിട്ടും. ഇതേപോലെ ആയത്തുൽ കുർസി പല ഭാഗങ്ങളിലും അവിടുന്ന് പറയുന്നുണ്ട്. ആയത്തുൽ കുർസി ഓതിയ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവന് സ്വർഗ്ഗത്തിൽ കിടക്കാൻ അവന് തടസ്സമായി നിൽക്കുന്നത് അവന്റെ മരണം മാത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് ആയത്തുൽ കുർസിയുടെ ഒരുപാട് പ്രതിഫലങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം അവിടുന്ന് ഓതുമ്പോ 10 പ്രതിഫലങ്ങളാ അല്ലാഹു തആല നിനക്ക് വേണ്ടി തരുന്നത്. 10 ഗുണങ്ങളാ അവിടുന്ന് തരുന്നത്. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അത്തായിബു ഖബലൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവിന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എപ്പോഴാ ഓതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണ് ആയത്തുൽ കുർസി ഓതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏത് സമയത്താണ്, ഏത് നിസ്കാരത്തിന് ശേഷമാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതായിബ് ഖബലൽ മമാ, മരിക്കുന്നതിന് മുമ്പേ നിനക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവിടുന്ന് തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാ സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. എന്നാലും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. എങ്ങനെ മരിച്ചാലും ശരി, ആയത്തുൽ കുർസി നിത്യമായി ഓതുന്ന മനുഷ്യനുണ്ടോ, അവൻ തൗബ ചെയ്യാതെ കണ്ട് മരിക്കില്ല. തൗബ ചെയ്യാതെ കണ്ട് മരിക്കില്ല. അവൻ തൗബ ചെയ്തിട്ടേ മരിക്കൂ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് മരിച്ചാൽ അവൻ എന്താ ഗുണം? അവൻ രക്ഷപ്പെട്ടില്ലേ? അവന് പിന്നെ പാപമില്ല. ലാദംബലഹു, അല്ലേ? അത്തായിബു ലാദംബലഹു, അവനിക്ക് യാതൊരു പാപവും ഇല്ല. അല്ലാഹുവിനോട് തൗബ ചെയ്താൽ, അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രൂപത്തിലാണ് ഓരോരുത്തർ മരിക്കുന്നത്, അല്ലേ? നിസ്കാരത്തിന്റെ സമയത്ത് മരിക്കുന്നു, നിസ്കാരത്തിൽ കിടന്ന് സുജൂദിൽ കിടന്ന് മരിക്കുന്നില്ലേ? അത്തഹിയാത്തിൽ സലാം വീട്ടിയ ശേഷം ഉടനെ താഴെ വീണ് മരിക്കുന്നില്ലേ? അല്ലാഹുവേ, അത്തഹിയാത്തിൽ എന്താ പറയാ? റബ്ബി ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞ പോരെ? അല്ലാഹു തആല സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ പറയാൻ കഴിയണം. ഖൽബ് കൊണ്ട്, ഖൽബിന്റെ ഉള്ളുകൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട്, റബ്ബേ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി അല്ലാ. ജീവിതത്തിൽ പാപക്കറകൾ മാത്രമാണുള്ളത് എന്റെ ഉള്ളിലുള്ളത്. എന്റെ അടുക്കൽ റബ്ബേ നിന്റെ മുന്നിൽ വെക്കാനുള്ളത് പാപങ്ങൾ മാത്രമാണല്ലാ, പാപങ്ങൾ മാത്രമാണല്ലാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, 40 വയസ്സിന് ശേഷം ഒരു മനുഷ്യനിക്കൂ അവന്റേതായ ഹിസാബ് തൂക്കുമ്പോൾ, അവന്റെ കണക്കെടുക്കുമ്പോ, അവന്റേതായ ഇബാദത്തിന്റെ കണക്കെടുക്കുമ്പോ
ഏറ്റവും കൂടുതൽ പാപത്തിന്റെ കണക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവൻ 40 വയസ്സിന് ശേഷം അവൻ ചെയ്യുന്നത് മുഴുവനും ഏറ്റവും കൂടുതൽ പാപമാണെങ്കിൽ ഒരിക്കലും അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്ന് പറഞ്ഞ് 40 വയസ്സ് വരെ തെറ്റ് ചെയ്യാമെന്നില്ല. 40 വയസ്സായിട്ടും അവൻ വീണ്ടും തെറ്റുകളിലേക്ക് കടന്നു പോവുകയാണ്. അവിടുന്ന് 60 വയസ്സെത്തിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാത്തവനുണ്ടോ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഒന്നാമത്തത് മരിക്കുന്നതിന് മുമ്പ് അവന് തൗബ ചെയ്യാനുള്ള ഭാഗ്യം അവിടുന്ന് ലഭിക്കുകയാണ്. രണ്ടാമത്തത് എന്താണെന്നറിയുമോ? ബറക്കത്തും ബിരിസ്ഖിഹി, അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വല്ലാത്ത ബറക്കത്ത് നൽകുന്നതാ. അവന്റെ ഭക്ഷണത്തില്, അവന്റെ ജോലിയില്, അവന്റെ സമ്പത്ത്, അവന്റെ മക്കളില്, അവന്റെ കുടുംബത്തില്, എല്ലാത്തിലും അല്ലാഹു വല്ലാത്ത ബറക്കത്ത് അവിടുന്ന് കൊടുക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളത് കുറച്ചാണെങ്കിലും അതില് വല്ലാത്ത ബറക്കത്ത് തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ ജോലി ചെയ്തുകൊണ്ട് തുച്ഛമായ ശമ്പളം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്നാൽ ലക്ഷക്കണക്കിന് 1-2 ലക്ഷം രൂപ മാസം മേടിക്കുന്നവരുണ്ട്. പക്ഷേ അവന്റെ വീടും പറമ്പും വരെ വിറ്റുപോവുകയാ. അവന്റെ വീടും പറമ്പും വരെ വിറ്റുപോവുകയാണ്. അത് അല്ലാഹുവിന്റെ ബറക്കത്തില്ലാത്തത് കൊണ്ടാ അവൻ ഞെരുങ്ങി അമർന്നുകൊണ്ട് ജീവിക്കുന്ന കാഴ്ചകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടുന്ന് കാണുകയല്ലേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഭക്ഷണത്തിൽ ബറക്കത്ത് വേണമെടാ, സമ്പത്തിൽ ബറക്കത്ത് വേണമെടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, സഹോദരിമാര്, ഈ ആയത്തിൽ കുറിച്ച് നമ്മൾ നിത്യമായി ഓതി നോക്ക്. അല്ലാഹു നമ്മുടെ ബറക്കത്തിൽ, അല്ലാഹു നമ്മുടെ റിസ്കിൽ വല്ലാത്ത ബറക്കത്ത് നൽകുന്നതാ. മൂന്നാമത്തത് എന്തെന്നറിയുമോ? സലാമത്തും ഫീ ബദരിഹി, അവന്റെ ശരീരത്തിന് അല്ലാഹു നല്ല ആഫിയത്ത് അവിടുന്ന് കൊടുക്കുന്നതാ. ആയത്തുൽ കുർസി ഓതിയാൽ നിത്യേന 10 ആയത്തുൽ കുർസി ഓതി നോക്ക്. അല്ലാഹുവിന് നൽകുന്നത് അവന്റെ ശരീരത്തിന് നല്ല ആഫിയത്ത് കൊടുക്കും. സിഹർ കൊണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, അല്ലാഹുവേ ഷുഗറും പ്രഷറും ഒക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ നിസ്കരിക്കാൻ പോലും കഴിയാത്തരില്ലേ? നല്ലപോലെ നിസ്കരിക്കാൻ കഴിയാത്തരില്ലേ? ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്, ഇഷ്ടംപോലെ തിന്നാനുണ്ട്, പക്ഷെ എന്തില്ല? ആഫിയത്തില്ല. ആഫിയത്തില്ല ശരീരത്തിന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, കഴിക്കുന്നതിലും കുടിക്കുന്നതിലുമല്ല കാര്യമുള്ളത്, കഴിക്കുന്നതിലും കുടിക്കുന്നതിലുമല്ല കാര്യമുള്ളത്. ഖന്തക്കിന്റെ രണാങ്കളത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബാക്കള്, എല്ലും തോലുമായിട്ടുള്ള സ്വഹാബാക്കള് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ആ സ്വഹാബാക്കള് ഖന്തക്കിൽ അവിടുന്ന് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബത്തിന് കഴിക്കാൻ വേണ്ടി ഒരു ദിവസം കൊടുത്തത് ഒരു ഈത്തപ്പഴമാ. ഒരൊറ്റ ഈത്തപ്പഴം കൊടുത്തുകൊണ്ട് ആ ഒരൊറ്റ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് ഖന്തക്ക് അല്ലാഹുവേ സ്വഹാബാക്കൾ അവിടുന്ന് കുഴിച്ചു പോയതെന്ന് ചരിത്രം അവിടുന്ന് പറയുമ്പോ എങ്ങനെയാ ഒരു ഈത്തപ്പഴം കൊണ്ടവർ നിന്ന് പോയത്? അല്ലാഹു വല്ലാത്ത ബറക്കത്ത് അതിൽ നൽകിയിരിക്കുകയാണ്. അല്ലാഹു വല്ലാത്ത ബറക്കത്ത് അവിടുന്ന് നൽകുകയാണ്. നമ്മൾ എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം കൊണ്ടും നമുക്ക് വല്ലാത്ത രോഗമാണ്, വല്ലാത്ത രോഗമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിസ്കിൽ അല്ലാഹു ബറക്കത്ത് നൽകണം പ്രിയപ്പെട്ടവങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയാ, സലാമത്തും ഫീ ബദരിഹി, അവന്റെ ശരീരത്തിന് വല്ലാത്ത ആഫിയത്ത് ഇവിടുന്ന് നൽകുകയാണ്. നാലാമത്തെ ഗുണം അറിയുമോ? 10 ഗുണങ്ങളാ അവിടുന്ന് പറഞ്ഞത്. നാലാമത്തെ ഗുണം എന്താണെന്നറിയുമോ? വമഹബ്ബത്തും ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു അവിടുന്ന് സ്നേഹം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നമ്മളോട് വല്ലാത്തൊരു സ്നേഹമുണ്ടാകുന്നതാണ്. അല്ലേ? ചിലർ പറയും, എന്നോട് എന്നെ ആരും സ്നേഹിക്കണ്ട. എടാ എന്റെ പൊന്നു മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഇട്ട് കൊടുക്കുമ്പോ ഉള്ള ഗുണം എന്താണെന്നറിയുമോ? നമ്മളൊന്ന് മരിച്ചു പോയാൽ അല്ലാഹു എവിടുന്ന് പറയും, നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, കിട്ടിയപ്പോരെ ഒന്ന് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,
മറ്റുള്ളവരെ നമ്മൾ വെറുപ്പിക്കരുത്, അവരുമായിട്ട് നമ്മൾ ശണ്ട കൂടരുത്, അവരെ നമ്മൾ വെറുപ്പിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, വമഹബ്ബത്തും ബിഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് വല്ലാത്ത സ്നേഹമുണ്ടാകും. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയുമോ? യഖീനും ബിലാ ശക്ക്, നിന്റെ മനസ്സിൽ അല്ലാഹുവേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു സംശയങ്ങളും വരില്ല. വല്ലാത്ത സംശയമുള്ള കാലത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അല്ലാഹുവിനെ കുറിച്ച് സംശയമാണ്, ആഖിറത്തെ കുറിച്ച് സംശയമാ, ഖബറിനെ കുറിച്ച് വല്ലാത്ത സംശയമാ. ഇങ്ങനെ ഓരോ സംശയങ്ങളും വെച്ചുകൊണ്ട് അല്ലാഹുവേ കുഫ്രിയത്തിലേക്ക് പോലും നമ്മൾ പോയി വീഴുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് വല്ലാത്ത യഖീൻ അവിടുന്ന് കിട്ടുകയാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖുറൂജുർ റൂഹ് മഅസ്സഹാദാ. അല്ലാഹുവേ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ ഇവിടുന്ന് ലഭിക്കുന്നത്. ആയത്തുൽ ഖുർസി ഓതിയാ കിട്ടുന്ന പ്രതിഫലമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആറാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ഖുറൂജുർ റൂഹ് മഅസ്സഹാദാ. അവന്റെ റൂഹ് പിരിയില്ലടാ. അവൻ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ കൊണ്ട് അവൻ മരിക്കില്ല, അവന്റെ റൂഹ് പിരിയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അവന്റെ റൂഹ് പിരിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ കണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ? മങ്കാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്, ഒരാൾ മരിക്കാൻ പോവുകയാണ്, അവന്റെ അവസാനത്തേതായ വാക്കെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്കാണ് ഒരു മനുഷ്യൻ അവിടുന്ന് റൂഹ് പിരിയുന്ന സമയത്ത് പറഞ്ഞ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആയത്തുൽ ഖുർസി ഓതുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഏഴാമത്തത്, അവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഖബറിൽ വല്ലാത്ത അനുഗ്രഹമാ, ഖബറിൽ വല്ലാത്ത സന്തോഷമാ, ഖബറിൽ വല്ലാത്ത പ്രകാശമാ. ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ വല്ലാത്തൊരു കൂട്ടുകാരനായി, നല്ലൊരു സുഹൃത്തായി കണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ അവിടത്തേക്ക് കടന്നു വരികയാ. നിന്റേതായ എല്ലാ സന്തോഷങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന് വിശാലത ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എട്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? യുഅതില്ലാഹു കിതാബഹു യുഅതാ കിതാബഹു ബിയമീനിഹി, യുഅതാ കിതാബഹു ബിയമീനിഹി. അവന്റെ വലത് കൈയിൽ അല്ലാഹുവിന്റെ ഏട് കൊടുക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈയിൽ കേട് കിട്ടുന്നവര്, കിതാബ് കിട്ടുന്നവര്, അവര് സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മളോട് പരിചയപ്പെടുത്തിയതാണ്. ആയത്തുൽ ഖുർസി ഓതിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കിട്ടുന്ന പ്രതിഫലമാ. എല്ലാ ദിവസവും നിങ്ങളൊന്ന് ഓതി നോക്കണേ, എല്ലാ ദിവസവും നിങ്ങളൊന്ന് ഓതി നോക്കണേ, വല്ലാത്ത പ്രതിഫലമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കിതാബഹു ബിയമീനിഹി. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മുടെ രേഖകൾ തരുമ്പോ, നമ്മുടെ കിതാബുകൾ തരുമ്പോ, അവിടെ വെച്ചുകൊണ്ട് എല്ലാവരും പറയുന്നത്, അല്ലാഹുവേ എന്റെ കൈകളിൽ കൊണ്ട് തരുമ്പോ മുൻഭാഗത്തൂടെ നടന്നു വന്ന് മലക്കുകൾ എന്റെ മുൻഭാഗത്തൂടെ കടന്നു വന്ന് വലത് കൈയിൽ കിതാബ് തരണേ അല്ലാഹുവേ. ചിലർക്ക് എങ്ങനാ കൊടുക്കുന്നതെന്നറിയുമോ? പുറകിൽ കൂടി വന്നിട്ട് ഇടത് ഭാഗത്ത് വന്നിട്ട് ആ ഇടത് കൈയിലാണ് കിതാബ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പരാജയപ്പെട്ടോ അതല്ല ഞാൻ വിജയിച്ചോ. രണ്ടും അവിടെ വെച്ചുകൊണ്ടറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ ഖുർസി നിത്യമായി ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഒമ്പതാമത്തെ എന്തെന്നറിയുമോ? യമുറു അലസ്റാത്തി ത്വായിറാ.
പക്ഷിയെ പോലെ സിറാത്തിന്റെ മുകളിൽ കൂടി അവന് പറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ് യമറു അല സിറാത്തി തൈറാ പക്ഷിയെ പോലെ പറന്നു പോകാൻ കഴിയുന്നതാ സിറാത്ത് പാലത്തിൽ കൂടി കിടക്കണ്ട അവന് മുകളിൽ കൂടി പറന്നങ്ങനെ പോകാൻ സാധിക്കുന്നതാണ് അല്ലാഹുവേ ഞങ്ങളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ സിറാത്തിന്റെ മുന്നിൽ വന്നിട്ട് മലായിക്കത്തുകൾ എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷിയെ പോലെ പറന്നു പോവുകയാണ് അല്ലേ നമ്മുടെ നാട്ടിലൊരു പാലത്തിന്റെ മുന്നിൽ വന്നിട്ട് പാലം പണിയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടി വരൂലേ പാലത്തിൽ കൂടെ പോകുന്ന ബുദ്ധിമുട്ടാ വെള്ളപ്പാച്ചിൽ വന്നിട്ട് പാലം തകർന്നു പോയി എന്ത് ചെയ്യും പിന്നെ ആ വഴി കൂടെ പോകാൻ പറ്റുമോ ആ സമയത്ത് പക്ഷികൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷികൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നമുക്ക് പോകാൻ പറ്റുമോ നമുക്ക് പറ്റൂല നമ്മൾ തിരിച്ചു പോകും എന്നാൽ അതേപോലെയാണ് പക്ഷികളെ പോലെ പറന്നുകൊണ്ട് സിറാത്തിന്റെ മുകളിൽ കൂടിയിട്ട് സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പത്താമത്തെ എന്തെന്നറിയുമോ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബില്ലാതെ കണ്ട സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുവേ അവരെ ഞങ്ങളെ പെടുത്തണേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫർ തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫർ തന്നെ അല്ലാഹുവേ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാഹ് അവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഇനി എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് യജ്ലിസു ഫീ മുസല്ലാഹു ബഅദ സ്വലാത്തുൽ അസ്രി അസ്ർ നിസ്കാരത്തിന് ശേഷം മുസല്ലയിലിരിക്കണം സലാം വീട്ടി ചൊല്ലുന്ന ദിക്റുകളും ദുആയും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഒരു 10 ആയത്തുൽ കുർസി എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ അസ്റിന് ശേഷവും നമ്മളത് ചൊല്ലിയാൽ ഈ 10 ഗുണങ്ങളാ നമുക്ക് ലഭിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ